ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാണ് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്താന്ന്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്താ പറയുന്നത്, ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ചതി. ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ചതിയോ? അങ്ങനെ കൂട്ടുകാർ നമ്മളെ ചതിക്കുവോ? അവർക്ക് നമ്മളെ ചതിക്കാൻ പറ്റുമോ? ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കൂടുതലും പെൺകുട്ടികളിലാണ് ഞാൻ ഈ പ്രവണത കണ്ടിട്ടുള്ളത്. അതായത് പെൺകുട്ടികൾ എപ്പോഴും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ബെസ്റ്റി ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അവർക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ മൊത്തവും അവർ ഇവരടുത്ത് തുറന്നു പറയും. അവർ 28 തൊട്ട് അവരിപ്പോ നിൽക്കുന്നിടം വരെയുള്ള എല്ലാ കഥകളും അവർ പറയും. പക്ഷെ അതേ സമയത്ത് ഈ കേൾക്കുന്ന ആളുടെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അവർക്ക് തക്കം കിട്ടുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ ചതിക്കും. നമ്മൾ ഉദ്ദേശിക്കാത്ത ആളുകളുടെ അടുത്ത് നമ്മൾ പറഞ്ഞ പല രഹസ്യങ്ങളും അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതിന് എനിക്ക് അനുഭവമുണ്ട്. അതിനുശേഷം ഞാൻ ആളുകളുമായിട്ട് അടുക്കുന്ന ആ ഒരു അടുപ്പം വളരെ വളരെ കുറവാണ്. ഞാൻ അങ്ങനെ അധികം ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളല്ല. അത്യാവശ്യം ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരും എന്റെ കൂടെ പഠിച്ചവരുമായിട്ടൊക്കെ എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. പക്ഷേ ഒരു പരിധി വിട്ട് ആരുടെ അടുത്തും ഒരു കാര്യങ്ങളും, അതായത് നമ്മൾ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ മനസ്സ് തുറന്ന് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഒരു മൂന്നാമതൊരാൾ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഉള്ള ചില ടോപ്പിക്കുകളുണ്ടല്ലോ, അത് നമ്മൾ പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാര്യം അവർക്കൊരു അവസരം കിട്ടുമ്പോൾ അവർ നമ്മളെ ചതിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യം, നമ്മുടെ ഒരു രഹസ്യമായിട്ട് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് മാത്രം അറിയുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം നമ്മൾ പുറമേ ഉള്ള ഒരാളുടെ അടുത്ത് പറയുകയെന്ന് വിചാരിക്കാം. അവരുമായിട്ട് നമുക്കൊരു പിണക്കം ഉണ്ടാവുന്ന സമയത്ത് അവരിത് മറ്റൊരാളുടെ അടുത്ത് പറയാനും ഈ ഒരു കാര്യം സ്പ്രെഡ് ആവാനും അത് കാരണം നമ്മുടെ ഇമേജ് ഡാമേജ് ആകാനും ഒക്കെ ഒരു കാരണമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇമേജ് ഡാമേജ് ആവുന്ന വെച്ചാൽ, എനിക്കിപ്പം നമ്മളെന്താ പറയുക, നാട്ടുകാർ എന്താ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല.